രാവിലത്തെ ആ വെജ് പറാത്ത ഒരു വിധത്തിൽ ഞങ്ങൾക്ക് വിശപ്പ് തന്നില്ല കേട്ടോ. വൈകുന്നേരമായിട്ടും സൂര്യനെല്ലാം അസ്തമിച്ച് തുടങ്ങി. ഇവിടെ നേരത്തെയാണ് വൈകുന്നേരം ആവുന്നത്. ഒരു 5:45 ഇരുട്ടൊക്കെ വന്നു തുടങ്ങി. അതുപോലെ തന്നെ ചെറിയ മഞ്ഞൊക്കെ കയറി 6 മണിയായപ്പോൾ ഫുൾ ഇരുട്ടായിട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ 7 മണിക്ക് കിട്ടുന്ന ഫീലായിരുന്നു ഒരു 6 മണി സമയത്തൊക്കെ. എന്തായാലും ഇന്നലത്തെ ദിവസം ഞങ്ങൾ ഒരുപാട് ട്രാവൽ ചെയ്ത് കുറേ ഇങ്ങ് വന്നിട്ടുണ്ടായിരുന്നു. അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് നല്ല റോഡ്, നല്ല സ്മൂത്തായിട്ട് തന്നെ കുറേ ഇങ്ങ് വന്നു കേട്ടോ. കുറേ കഴിഞ്ഞപ്പോൾ നമ്മൾ ഉച്ചയ്ക്കൊന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല, കഴിക്കണമെന്നുണ്ടായിരുന്നില്ല. നിങ്ങൾ അവിടെ 4 സൈഡിലും ധാബ മാത്രമേ ഉള്ളൂ കേട്ടോ. അതുപോലൊരു ധാബയിൽ ഇറങ്ങിയിട്ട് ഒരു ബ്ലാക്ക് ടീയോ ചായയൊക്കെ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ആ ധാബയിലേക്ക് വന്നു. നല്ല തണുപ്പുണ്ട്, സഹിക്കാൻ പറ്റാത്ത തണുപ്പല്ല, ചെറിയ രീതിയിൽ നല്ല അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അപ്പം ഞാൻ ഇന്നലെ ഒരു മഞ്ഞ പൂവിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ. അപ്പം നമ്മുടെ അടിമാലി അമ്മായിയുടെ മകൻ്റെ ഭാര്യ ചേച്ചി നേഴ്സാണ്. ചേച്ചി മഹാരാഷ്ട്രയിലേക്ക് ഒരുപാട് നാൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മെസ്സേജ് ഇട്ടു, അത് കടുകാണ്, നിറയെ കടുകാണ് നിൽക്കുന്നതെന്ന്. അപ്പോൾ ആ മഞ്ഞ പൂവ് അറിഞ്ഞൂടാത്തവരുണ്ടെങ്കിൽ കടുകാണ്, അറിയാമെന്നുള്ളവർ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇങ്ങനെ അറിഞ്ഞൂടാത്ത കാഴ്ചകളൊക്കെ കാണുമ്പോൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ അറിയാമെന്നുള്ളവരാണെങ്കിലും പറഞ്ഞു തരണം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ധാബയിൽ വന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ചേട്ടൻ കൈയൊക്കെ തന്നു. ഇവിടെ ഈ സ്പിനാച്ചൊക്കെ കൊണ്ടുവച്ചിരിക്കുകയാണ്, മറ്റേ പാലക് ചീര അതൊക്കെ കൊണ്ടുവച്ചിരിക്കുകയാണ്. ഇവിടെയും പറാത്ത തന്നെ മെയിനായിട്ടുള്ളത്. പറാത്ത എന്ന് കേൾക്കുമ്പോഴും ഇപ്പോൾ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പോഴും ആസ്വദിച്ച് കഴിച്ചെങ്കിലും ഇപ്പോൾ അത് കേട്ടിട്ട് വലിയ സംഭവമായിട്ടൊന്നും തോന്നുന്നില്ല. കാരണം വയറ് ഫുള്ളായിട്ട് വൈകുന്നേരമായിട്ട് ഞങ്ങൾക്ക് ആർക്കും 3 പേർക്കും ഒന്നും വേണമെന്നില്ല, വേദയ്ക്ക് പോലും ഒന്നും വേണമെന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒന്നും കഴിച്ചതുമില്ല. എവിടെയെങ്കിലും റൂം എടുക്കുമ്പോൾ എന്തെങ്കിലും കിട്ടുന്ന കഴിക്കാമെന്ന് കരുതി. അത്രയ്ക്ക് വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഏട്ടനൊരു ചായ പറഞ്ഞു, വേദയും ഞാനും ഓരോ ബ്ലാക്ക് ടീ പറഞ്ഞു കേട്ടോ. വേദയ്ക്ക് വേണമെന്നില്ല, പിന്നെ തണുപ്പായതുകൊണ്ട് ഞാൻ പറഞ്ഞു ബ്ലാക്ക് ടീ കുടിക്കാൻ പറഞ്ഞിട്ട് കുടിച്ചു. ഇവിടുത്തെ ചായ അവർ പാലിൽ വെള്ളമൊന്നും ഒഴിക്കത്തില്ല എന്ന് തോന്നുന്നു. നമ്മുടെ ഇവിടെയൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചത് കുടിച്ച് ശീലമായതുകൊണ്ട് ഭയങ്കര ചായ ഇട്ട് കുറുക്കി കുറേ ഇഞ്ചിയെല്ലാം ഇട്ട് നമുക്ക് ആ ചായ കുടിക്കുമ്പോഴേ നമ്മുടെ വയറ് കയറി ഫുള്ളാവും. ഉച്ചയ്ക്കൊരു ചായ കുടിച്ചതും എനിക്ക് ഭയങ്കര വയറെല്ലാം ഒരുമാതിരി ആയിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു കമൻറ്റ് കണ്ടു, കൂടുതൽ നോർത്തിലേക്ക് പോയാൽ ചായ കുടിക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്, ചിലപ്പോൾ നമുക്ക് വയറിന് പറ്റത്തില്ല എന്ന് കമൻറ്റ് ഉണ്ട്. അത് സത്യമാണ് കേട്ടോ. ഭയങ്കര കട്ടിക്ക് മധുരമാണെങ്കിൽ എൻ്റെ അമ്മീ, എനിക്ക് മധുരം ഇഷ്ടമുള്ള എനിക്ക് മധുരമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണേ. വലിയ ഗ്ലാസ്സിലാണ് ചായയൊക്കെ തരുന്നത്, നിറയെ തരത്തില്ല, കുറച്ച് ഭാഗമേ തരത്തുള്ളൂ. അപ്പോൾ ഏട്ടാ ഭയങ്കര മധുരം, പായസം പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് ഞാനൊന്ന് കുടിച്ച് നോക്കിയപ്പോൾ മധുരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മധുരം ഇട്ട് എങ്ങനെയാണോ അവർ കുടിക്കുന്നതെന്ന് അറിയത്തില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു ബ്ലാക്ക് ടീയിൽ കുറച്ച് മധുരം മതിയെന്ന് പറഞ്ഞു. സാധാരണ കുറച്ച് മധുരം മതിയെന്ന് പറഞ്ഞ് ഒട്ടും മധുരം ഇട്ട് തരാത്തതാണ്. പക്ഷേ ഇന്നത്തെ കട്ടൻ ചായക്ക് നല്ല കറക്റ്റ് മധുരത്തിന് നല്ല ചെറിയ ചൂടോടെ തന്നു കേട്ടോ. ആ ചെറിയ തണുപ്പത്ത് ആ കട്ടൻ ചായ കുടിക്കാൻ നല്ല സുഖം ഉണ്ടായിരുന്നു. നല്ല കട്ടൻ ചായ, ചായക്കാട്ടി 100 ഇരട്ടി ബെറ്ററാണ് കേട്ടോ ഇവിടുത്തെ കട്ടൻ ചായ. അയ്യോ ചായ കൊള്ളം, നല്ല ചായയാണ്, ഇഞ്ചിയെല്ലാം ആയിട്ടാണ് തരുന്നത്. പക്ഷെ നമുക്ക് വെറും പാലൊക്കെ ഒഴിച്ച് തന്നിട്ട് കുടിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ വയറെല്ലാം എന്തോ പോലെ ഇരിക്കും. അയ്യോ ഭയങ്കരമായിട്ട് കുറേ സമയം ഞാനിരുന്ന് കറങ്ങിപ്പോയി കേട്ടോ. അതുകൊണ്ട് ഇനി ഞാൻ ചായ കുടിക്കില്ല എന്ന് തീരുമാനത്തിലെത്തി. പിന്നെ വല്ല വെറൈറ്റി ചായയൊക്കെ കാണുകയാണെങ്കിൽ കുടിക്കും, അത് വേറെ കാര്യം. അങ്ങനെ കട്ട ചായ എല്ലാം കുടിച്ചു. പിന്നെ ഇപ്പം തന്നെ സമയം ഒരു 6 മണി ആവാറൊക്കെ ആയി. അപ്പോൾ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്, മഞ്ഞൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് ആഗ്രഹം എത്താൻ അധികം ദൂരമൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ കരുതി ഒന്ന് ഇരുട്ടുമ്പോഴേക്കും പോകുന്ന വഴിക്ക് ഇടയിൽ റൂം എടുക്കാം. മഞ്ഞാണ്, പോകുന്ന വഴിക്കൊന്നും കടകളോ ആൾക്കാരോ ഒന്നുമില്ല കേട്ടോ. ഒരു കാട്ടിക്കൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. പക്ഷേ റോഡ് നല്ല റോഡാണ്, NH44 ആണ്. പക്കാ ഗ്രാമം, നാട്ടിൻപുറം, അതിനകത്തുകൂടെയുള്ള റോഡിൽ കൂടെയാണ് പോകുന്നത്. ഇപ്പോൾ രാത്രിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമാണ്, ഇതുവഴിയൊക്കെ നൈറ്റ് ഡ്രൈവ് ചെയ്യുന്നത് റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. പോകുന്ന വഴിക്ക് ഞാനൊരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോയി NH44 ഇത്രയും ദൂരവും സൈഡുകളിലൊന്നും വലിയ ഹോട്ടലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് മാപ്പിൽ കണ്ടിട്ട് ഞാനത് ബുക്ക് ചെയ്തതാണ്. അപ്പോൾ ഞാൻ അതിനോട് പറഞ്ഞ് സർവീസ് റോഡ് കയറി പോകാമെന്ന് പറഞ്ഞിട്ട് കയറിയപ്പോൾ ഒരു മാർക്കറ്റ് പോലെ കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ വണ്ടിയൊന്നും അവിടെ ഒട്ടും പാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ KL രജിസ്ട്രേഷൻ കാണുമ്പോഴേ ചിലർക്ക് സുഖേടുകളായിട്ട് ഹോണടിക്കും ബഹളമൊക്കെ ആയിട്ട് നമ്മൾ പിന്നെ അവിടെ ഒട്ടുമേ വണ്ടി നിർത്തിയില്ല. ഒരു കുഞ്ഞു മാർക്കറ്റായിരുന്നു, നല്ല വളയും മാലയും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ റൂം അതിൻ്റെ തൊട്ടടുത്ത് റൂം കാണിക്കുന്നുണ്ട്. അടുത്താണെങ്കിലും നടന്ന് വരാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ റൂം 1 കിലോമീറ്റർ അപ്പുറം കേട്ടോ. അത്രയും ദൂരം നടക്കാനൊന്നും വയ്യ. ഒരു 6-6:30 ആയപ്പോൾ ഞങ്ങൾ റൂം എടുത്തായിരുന്നു. ഇതാട്ടോ ഹോട്ടൽ, അത്യാവശ്യം നല്ലൊരു ലക്ഷറി ഹോട്ടലായിരുന്നു. അധികം പൈസയൊന്നും കൊടുത്തെടുത്തിട്ടില്ല, 2800 രൂപ കൊടുത്തുള്ളൂ. അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ നമുക്ക് നെറ്റ്വർക്കിന് നല്ല പ്രശ്നം കേട്ടോ. നെറ്റ്വർക്ക് കിട്ടുന്നതേ ഇല്ല, പ്രത്യേകിച്ച് വോഡാഫോൺ. ഞാൻ ആ വോഡാഫോൺ സിം പോർട്ട് ചെയ്ത് ജിയോ ആക്കണമെന്ന് ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇനി അതേ നടക്കത്തുള്ളൂ. ഇവിടെ ജിയോ എയർടെലും മാത്രമേ ഉള്ളൂ. വോഡാഫോണിന് റേഞ്ച് എന്ന് പറഞ്ഞ സാധനമില്ല. വൈകിട്ട് 5 മണിക്ക് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വെച്ചിട്ട് 8 മണിയായിട്ടും ആ വീഡിയോ അപ്ലോഡ് ആയില്ല. ഞാനങ്ങനെ ആകെ വിഷമത്തിലായി പോയിട്ടോ. അപ്പോൾ വൈഫൈ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഹോട്ടൽ എടുക്കുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇവിടുത്തെ വൈഫൈ എന്തോ പ്രോബ്ലം ആയിട്ട് കിടക്കുകയാണ്. അവർക്ക് കണക്ഷൻ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു കേട്ടോ.
ആകെ വിഷമത്തിലായി. കാശും കൊടുത്ത് ബുക്കും ചെയ്തു. നമുക്കൊന്നും പറയാനും പറ്റത്തില്ല. കുറേ ഭാഷ അറിയില്ലല്ലോ, കുറേയൊക്കെ സംസാരിച്ചു. എന്നിട്ടൊന്നും അവർക്കതൊരു വിഷയമേ അല്ല. പിന്നെ ഞങ്ങൾ റൂമിലെല്ലാം കയറിയിട്ട് അത്യാവശ്യം തണുപ്പുള്ളതുകൊണ്ട് ജാക്കറ്റെല്ലാം എടുത്തിട്ടിട്ട് താഴേക്ക് വന്നു. വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ റേഞ്ച് ഉണ്ടെങ്കിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടും വെളിയിൽ ഒട്ടും റേഞ്ചില്ല. അപ്പം നമ്മുടെ ഒരു ഫ്രണ്ട് അങ്കിള് പുറത്ത് മീൻസ് ആമയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്കിള് വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ഈ തണുപ്പ് വലിയ കാര്യമായിട്ട് തോന്നത്തില്ല, നമ്മൾ എൻജോയ് ചെയ്യും ഇഷ്ടമുള്ളതൊക്കെ കൊണ്ട്. പക്ഷേ ഇപ്പോഴറിയത്തില്ല, കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കും. അതുകൊണ്ട് പുറത്തിറങ്ങുമ്പോൾ ജാക്കറ്റ്, സോക്സ്, ഗ്ലൗസ്, ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഫുൾ കവർ ചെയ്ത് നിങ്ങൾ ഇറങ്ങിക്കൊള്ളണം. കാരണം അല്ലെങ്കിൽ വൊമിറ്റിങ്ങോട് കൂടി നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് വന്ന് ഒരു 2-3 ആഴ്ച നമുക്ക് പോക്കായിരിക്കും. ഭയങ്കര ഫീവറും കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇപ്പം ഇന്ന് രാവിലെയാണ് ഞാൻ അറിയുന്നത്. അപ്പം ഇനി മുതൽ ഞങ്ങൾ അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കും. നമ്മൾ ഒന്നുമില്ലാണ്ട് ഇങ്ങനെ ആസ്വദിച്ചിറങ്ങി നിൽക്കുന്നത് കണ്ടപ്പോൾ അങ്കിൾ വിളിച്ചിട്ട് പറഞ്ഞതാട്ടോ. അപ്പം ഞാൻ വൈഫൈ ഇല്ലാണ്ട് ഇങ്ങനെ നെട്ടോട്ടം ഓടുകയാണ്. അവരോടൊക്കെ ചോദിക്കണം, അവരൊക്കെ ഇല്ല പറ്റുന്നില്ല, മെയിൻ്റെനൻസിലാണ്, അണ്ടർ മെയിൻ്റെനൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് യൂട്യൂബ് ചാനൽ ഇടാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ നിന്ന് സ്റ്റാഫ് അവരുടെ ഹോട്ട്സ്പോട്ടൊക്കെ ഓൺ ചെയ്ത് തരുന്നുണ്ട്. എവിടെ ഹോട്ട്സ്പോട്ടിലൊന്നും നമ്മുടെ വീഡിയോ അപ്ലോഡ് ആവുന്നില്ല കേട്ടോ. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ സത്യമാണെന്നൊക്കെ അറിയാനായിട്ട് അവർ യൂട്യൂബിൽ എൻ്റെ പേരൊക്കെ അടിച്ച് നോക്കിയപ്പോൾ സത്യം കേട്ടോ. വൈഫൈ കിട്ടിയില്ലെങ്കിൽ എന്താ, കുറേ സബ്സ്ക്രൈബേഴ്സിന് എനിക്ക് കിട്ടി. അവർക്ക് ലാംഗ്വേജ് അറിയത്തില്ലെങ്കിലും അവിടെ നിന്ന് എല്ലാ സ്റ്റാഫുകളും എൻ്റെ യൂട്യൂബ് ചാനൽ നോക്കിയിട്ട് അതെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ. എവരും ഒക്കെ മാറിയും തിരിഞ്ഞും ഒക്കെ വൈഫൈ ഹോട്ട്സ്പോട്ടൊക്കെ ഓൺ ചെയ്ത് തരുന്നുണ്ട്. അഡീഷണൽ പാവം കേട്ടോ ഇയാൾ. അഡീഷണൽ അവരുടെ നെറ്റെല്ലാം ചാർജ് ചെയ്തു എനിക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒന്നും ആവുന്നില്ല. എന്ത് ചെയ്യാൻ, ആകെ വിഷമത്തിലായിപ്പോയി കേട്ടോ. പിന്നെ ഇനി വിഷമിച്ചിരുന്നിട്ട് എന്താ കാര്യം, നാളെ രാവിലെ അങ്ങനെ അപ്ലോഡ് ആകുമ്പോൾ ആവട്ടെ. പോകുന്ന വഴിക്ക് ഒരു സ്ഥലങ്ങളിലും റേഞ്ച് ഇല്ല, പല സ്ഥലങ്ങളിലും ഇല്ല. ചില സ്ഥലങ്ങളിൽ ടവർ കാണുമ്പോൾ നിർത്തിയിട്ടാണ് ഞാൻ പല വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത്. ഇതിപ്പോൾ എന്തായാലും ഹോട്ടലിൽ ഉണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ടാണ്, വൈഫൈ ഉണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ടാണ് നേരെ ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ ആ ഒരു പ്രതീക്ഷയും പോയി. പിന്നെ ഞാനങ്ങ് ആകെ വിഷമത്തിലായിട്ടോ. അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ തന്നെ പിന്നെ ഫുഡ് കഴിക്കാൻ നേരി നമ്മൾ എത്ര സമയം ഇതിൻ്റെ പറയാൻ നിൽക്കും. നാളെ രാവിലെ എങ്ങനെ ആകുമ്പോൾ ആവട്ടെ, അതനുസരിച്ച് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡെല്ലാം നോക്കുകയാണ്. പുറത്ത് 7 മണി ആവുന്നതില്ല കേട്ടോ, പക്ഷേ ഫുൾ ഇരുട്ടി വന്നിട്ടുണ്ട്. എനിക്കും ഏട്ടനും വേദയ്ക്കൊന്നും അധികം ഒന്നും വേണമെന്നില്ല. ഏട്ടന് ചെറിയ വിശപ്പടിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞാൽ എനിക്കും വേദയ്ക്ക് ഒട്ടുമേ വിശപ്പുണ്ടായിരുന്നില്ല. ഞാനൊരു സൂപ്പ് മാത്രം മതി എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് കയറിയത്. ഇവിടെ വെജാട്ടോ, വെജിറ്റേറിയൻ ഹോട്ടലാണ്. നല്ല കാര്യം, ഇന്നലെ തന്നെ കഴിച്ചിട്ട് ഞാൻ കരുതി പണി കിട്ടുമെന്ന് കരുതി. പക്ഷേ ഭാഗ്യത്തിനൊന്നും സംഭവിച്ചില്ല. ഇനി കുറേ ദിവസത്തേക്ക് വെജ് തന്നെയാണ്. വല്ല എന്തെങ്കിലും പരീക്ഷണങ്ങൾ പുതിയത് മസ്റ്റ് ട്രൈ ആയിട്ടുള്ള നോൺ വെജ് ഐറ്റംസ് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ കഴിക്കുന്നുള്ളൂ. ഇപ്പോൾ സൂപ്പൊക്കെ നോക്കുകയാണ്. ഇപ്പോൾ പുറത്ത് നല്ല തണുപ്പുണ്ട് കേട്ടോ. വൈകിട്ടൊക്കെ ചെറിയൊരു നമുക്ക് താങ്ങാൻ പറ്റുന്ന തണുപ്പേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും അധികം ഭയങ്കര ഭീകര തണുപ്പൊന്നല്ല, എങ്കിലും ഒരു ജാക്കറ്റൊക്കെ ഇടേണ്ട തണുപ്പുണ്ട്. അതുകൊണ്ട് ജാക്കറ്റെല്ലാം എടുത്തിട്ടിട്ടുണ്ട്. സൂപ്പ് വന്നു. ഈ തണുപ്പ് സമയത്ത് ചെറിയ ചൂടോടെ സൂപ്പ് കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഗാർലിക് മഷ്റൂം സൂപ്പാണ് പറഞ്ഞത്. അതിലുള്ള പുളി എല്ലാം കൂടെ എടുത്തിട്ട് കൊള്ളത്തില്ലായിരുന്നു കേട്ടോ. ഇവിടെ പക്ഷേ ക്വാണ്ടിറ്റി വളരെ കുറവാണ്. ക്വാണ്ടിറ്റി ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഒരു സൂപ്പിനെ ഞങ്ങൾ 2 ആക്കി. എപ്പോഴും അങ്ങനെയാണ്, 1/2 ആണ് എടുക്കാറ്. പക്ഷേ ഇപ്പോൾ ക്വാണ്ടിറ്റി വളരെ, നമ്മുടെ ഇവിടെ കിട്ടുന്ന അത്ര പോലും ക്വാണ്ടിറ്റി സൂപ്പിനുണ്ടായിരുന്നില്ല. പിന്നെ ഒരു സ്റ്റാർട്ടറായിട്ട് ഞങ്ങൾ വെജ് ലോലിപോപ്പ് പറഞ്ഞു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പക്ഷേ വയറിൽ അധികം പോളിംഗ് ഇല്ലായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ഒരു പീസും ബാക്കി വെക്കേണ്ടി വന്നു. ഞങ്ങൾക്ക് 3 പേർക്ക് 3 ഇഷ്ടമാണ്. ഞാനും വേദയും പിന്നെയും ഓരോ സാധനം വാങ്ങിയാൽ ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിക്കും. ഏട്ടൻ വാങ്ങുന്ന സാധനമാണെങ്കിൽ കഴിക്കത്തുമില്ല, എന്നാൽ വാങ്ങാണ്ടിരിക്കാൻ പറ്റത്തുമില്ല. നമ്മൾ ഈ റൊട്ടിയൊക്കെ കഴിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കറി വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് വാങ്ങുകയും ചെയ്യും, കഴിക്കുകയില്ല. അതെപ്പോഴും വേസ്റ്റാണ്. 3 പേർക്കൂടെ ഒരു സാധനം വാങ്ങി ഷെയർ ചെയ്യാന്ന് വെച്ചാൽ 3 പേർക്കും 3 ടേസ്റ്റാണ്. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ നമ്മുടെ ഈ വെജ് ലോലിപോപ്പ് നല്ല ടേസ്റ്റായിരുന്നു. അവർ കുറച്ച് ഈ മറ്റേ മഞ്ചൂരിയൻ്റെ സോസ് പോലെ കുറച്ച് സോസ് ഒഴിച്ചു. അതില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റായിരുന്നു. അതുണ്ടായിട്ടും കുഴപ്പമൊന്നുമില്ല. അകത്ത് നല്ല കുറേ നിറയെ വെജിറ്റബിൾസും പുറമേ നല്ല ക്രിസ്പി ആയിട്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സൂപ്പും ഇതൊക്കെ കഴിച്ചിട്ടിരുന്നപ്പോഴേക്കും ഞങ്ങൾ പാസ്തയാണ് ഓർഡർ ചെയ്തത്. എനിക്ക് വേണ്ടായിരുന്നു, കുറച്ച് ഞാൻ എടുത്തുള്ളൂ. വേദയ്ക്ക് ഓർഡർ ചെയ്തതാണ്. ഞങ്ങൾക്ക് വയറ് ഫുള്ളായതുകൊണ്ട് വേണ്ടാത്തതുകൊണ്ടാണ് ഒരു പാസ്ത ഓർഡർ ചെയ്ത് ഞങ്ങൾ 2 പേരും ഷെയർ ചെയ്തെടുത്തത്. ഏട്ടാ ഒരു റൊട്ടിയും കൂടെ വെജിറ്റബിൾ കറിയൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ല ഏട്ടാ ഇതൊന്നും കഴിക്കത്തില്ല, ചുമ്മാ വാങ്ങിച്ച് വെച്ചിട്ട് വേസ്റ്റാക്കി കളയണ്ടെന്ന് എഴുതിയിട്ട് സാലഡ് പറഞ്ഞു കേട്ടോ. ഇത് ഫ്രഷ് ഗാർഡൻ ഗ്രീൻ സാലഡ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നിറയെ വെജിറ്റബിൾസ് ഉണ്ടാകുമെന്ന് കരുതി. അതിലൊന്നും ഉണ്ടായിരുന്നില്ല. അതിൽ സവോളയും ക്യൂക്കുംബറും ടൊമാറ്റോയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എങ്കിലും കുഴപ്പമില്ല, കറിയെല്ലാം വാങ്ങി കളയുന്നതിനെക്കാട്ടി അതൊരു ബെറ്റർ ചോയ്സ് ആയിരുന്നു റൊട്ടിയും ആ ഒരു സാലഡ്. പാസ്ത നല്ലതായിരുന്നു. ഞാനൊരു പാസ്തയുടെ റെസിപ്പിയൊക്കെ ഇട്ടിട്ടില്ലേ, ആ ഒരു പാസ്തയുടെ ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ കുറച്ച് ഭയങ്കര മധുരമായിരുന്നു. അത് ഇവരുടെ എല്ലാ ഫുഡിനും മധുരം പോയിട്ടേ ഉള്ളൂ, ബാക്കി എന്ത് കാര്യവും തോന്നുന്നു. എങ്കിലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു പാസ്തയായിരുന്നു. മധുരം മാറ്റി നിർത്തിയാൽ നല്ലതായിരുന്നു.
പാസ്തയും സ്റ്റാർട്ടറും ഒക്കെ കൊള്ളായിരുന്നു. റൊട്ടി വന്നപ്പോൾ ഞാൻ കരുതി 2 പീസ് ഉണ്ടാവും റൊട്ടി എന്ന്. ഒരൊറ്റ പീസേ ഉള്ളൂ കേട്ടോ, ഒരു കുഞ്ഞ് പപ്പടത്തിൻ്റെ അത്രയുള്ള ഒരു റൊട്ടി. പിന്നെ ഒരു റൊട്ടിയുടെ ഓർഡർ ചെയ്തു. സാലഡ് എന്ന് പറയുന്നത് ഇതാണ് സംഭവം. ഭയങ്കര ഇതിലൊക്കെ അവരുടെ മെനു കാർഡിൽ എഴുതി വെച്ചിരുന്നപ്പോൾ ഞാൻ കരുതി എല്ലാ വെജിറ്റബിൾസും ഒക്കെ ഉണ്ടാവുമെന്ന്. ക്യൂക്കുംബറും ടൊമാറ്റോയും അണിയനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സാലഡിൽ. എങ്കിലും കുഴപ്പമില്ല. ഞാനങ്ങനെ ഇവിടെ വിഷമിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അവിടെ സ്റ്റാഫുകളെല്ലാം നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ ഇട്ട് ഭയങ്കര വോളിയത്തിൽ കാണുന്ന കേട്ടോ. ലാംഗ്വേജ് ഇറങ്ങൂടാ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ നോക്കുന്നുണ്ട്. മാമിൻ്റെ ആണോ എന്ന് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു അതേന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ എല്ലാവരും മാമിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പറഞ്ഞിങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ എന്നിട്ട് ഞാൻ പറഞ്ഞു 8 മണിക്ക് പോകേണ്ട, വീഡിയോ അപ്ലോഡ് ആയിട്ടില്ല എന്നിങ്ങനെ വിഷമിച്ചിരുന്നപ്പോൾ പറഞ്ഞു അവരുടെ വൈഫ് എന്തോ തന്നു കേട്ടോ. അവർ മനഃപൂർവ്വം തരാത്തതായിരുന്നു എന്നറിയത്തില്ല. അവരുടെ മാനേജ്മെൻറ്റിൻ്റെ എന്ന് പറഞ്ഞിട്ടൊരു വൈഫൈ ഉണ്ടായിരുന്നു. ആ വൈഫൈ അവർ കണക്ട് ചെയ്ത് തന്നു. അങ്ങനെ രക്ഷപ്പെട്ടാണ് ഞാൻ ഇന്നലെ വൈകിട്ടൊരു വീഡിയോ ഇട്ടില്ലേ, ആ വീഡിയോ അപ്ലോഡ് ആയത്. അല്ലെങ്കിൽ ആ കാര്യം ഒന്നും നടക്കത്തുണ്ടായിരുന്നില്ല. ഞാനങ്ങ് ഭയങ്കര വിഷമത്തിലായി. പിന്നെ എന്ത് ചെയ്യും, ഇനി അങ്ങോട്ട് പോകെ നെറ്റ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ളൊരു സംഭവം. ഭാഗ്യത്തിന് അവർ തന്നു കേട്ടോ, എൻ്റെ വിഷമം മനസ്സിലാക്കി തന്നു. എന്തുകൊണ്ട് അവർ ആദ്യം തന്നില്ല എന്ന് എനിക്കറിയില്ല. അവരെല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ നോക്കുകയാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു കേട്ടോ. ലാംഗ്വേജ് അറിഞ്ഞൂടാന്നേ ഉള്ളൂ, പക്ഷേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു. ഒരുപാട് സന്തോഷം തോന്നി. വരും ദിവസങ്ങളിൽ ഇതുപോലെ വീഡിയോസ് ചിലപ്പോൾ ഉണ്ടാവത്തില്ല. ഇതുപോലെ നെറ്റ്വർക്ക് ഇഷ്യൂ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. മനസ്സിലാക്കുക അത് നെറ്റ്വർക്ക് ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്നുള്ളത്. അല്ല, നെറ്റ്വർക്ക് കറക്റ്റ് കിട്ടുകയാണെങ്കിൽ ഞാനിതുപോലെ റെഗുലറായിട്ട് കറക്റ്റ് എല്ലാം അപ്ഡേറ്റ് ചെയ്ത് പോയേക്കാവേ. അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഫുഡെല്ലാം കഴിച്ച ശേഷം പിന്നെ ഞങ്ങൾ റൂമിൽ പോയി ഒരു 8:30 9 മണിയൊക്കെ ആയപ്പോഴേ കിടന്നൊന്ന് ഉറങ്ങി. രാവിലെ എണീറ്റ് കേട്ടോ, 4:30 ആയപ്പോൾ എണീറ്റു. വീഡിയോ ഡൗൺലോഡ് ചെയ്തു, അപ്ലോഡ് ചെയ്തു, എന്നിട്ട് കുളിച്ച് റെഡിയായി വീണ്ടും ഞങ്ങളുടെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. Day 4 ടു ആഗ്ര. ഇന്ന് നമ്മൾ ആഗ്ര എത്തി.